പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമ്മൾ കണ്ടതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതുമായ കാഴ്ചയുടെ ഒരു വിസ്മയ ലോകം തന്നെയുണ്ട്. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വിസ്മയ കാഴ്ച കാണാനാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലുള്ള തോട്ടാപ്പുര. നമുക്ക് ആ തോട്ടാപ്പുരയുടെ കാഴ്ചകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ പോകാം അറിവുകളും കാഴ്ചകളും തേടി. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഗുഹയാണിത്. തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഡാമുകളുടെ നിർമ്മാണത്തിലേക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായി നിർമ്മിച്ചതാണിതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തോട്ടാപ്പുര എന്ന് അറിയപ്പെടുന്നത്. കൂടാതെ ഈ പ്രദേശത്തിന്റെ പേര് പോലും ഈ തോട്ടാപ്പുരയുടെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. മഴ പെയ്തത് കൊണ്ട് തന്നെ അകത്തേക്ക് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലേക്ക് കയറിപ്പോയി ഒന്ന് കണ്ട് വരാം. ോളം ഉള്ളിലേക്ക് പാറ തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന വലിയ തുരങ്കത്തിലേക്ക് കയറണമെങ്കിൽ വെളിച്ചം ആവശ്യമാണ്. നമ്മുടെ പക്കൽ ഉണ്ടായിരുന്ന ചെറിയ വെളിച്ചത്തിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പ്രാദേശിക ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഇത്രയും വലിയൊരു നിർമ്മിതി ഇപ്പോഴും പുറം ലോകം അറിയാതെ കിടക്കുകയാണ്. തുരങ്കത്തിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും ആരിലും ഒരു ഭയാനകത ഉളവാകും. കൂരിരുട്ടു നിറഞ്ഞ ഗുഹയുടെ ഉൾവശവും നരിച്ചീറുകളും ഒക്കെയായി ഒരു ഹൊറർ മൂവിയെ ഓർമ്മപ്പെടുത്തുന്ന അന്തരീക്ഷം. തുരങ്കത്തിലൂടെ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ മീറ്ററുകൾക്കപ്പുറം വലിയ വിശാലമായ 2 മുറികൾ. ഇവിടെയാകും തോട്ടാകളും മറ്റു ഉപകരണങ്ങളും സൂക്ഷിച്ചിട്ടുണ്ടാവുക. പ്രവേശന കവാടത്തിന്റെ ഭാഗത്തു മാത്രമായിരുന്നു വെള്ളക്കെട്ടും ചെളിയും ഉണ്ടായിരുന്നത്. ഉള്ളിലേക്ക് കയറി നടക്കും തോറും കരിങ്കൽ പ്രതലങ്ങൾ ആളുകൾ നടന്ന് മിനുസപ്പെട്ടതായി തോന്നി. കൂടാതെ സൂക്ഷിച്ചു ചുവടുവെച്ചില്ലെങ്കിൽ സ്ലിപ്പാകാനുള്ള സാധ്യതയുമുണ്ട്. കല്ലാർകുട്ടി വെള്ളത്തൂവൽ റോഡ് കടന്നു പോകുന്നത് ഈ ഗുഹയുടെ മുകളിലൂടെയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഈ തോട്ടാപ്പുരയ്ക്ക് വേണ്ട സംരക്ഷണം നൽകിയാൽ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാവും ഇത്. കൂടാതെ ഈ നിർമ്മിതിക്ക് വേണ്ട പരിഗണന ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് കണ്ട ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പതിവ് പറയും പോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കും. അടുത്ത ദിവസം മറ്റൊരു കാഴ്ചയും കൂടുതൽ വിശേഷങ്ങളുമായി കണ്ടുവിടാം. അതുവരേക്കും സനിഷ സൈനിങ് ഔട്ട്. ടേക്ക് കെയർ ആൻഡ് ബൈ.